നിങ്ങൾ പ്രവാസികളെല്ലാവർക്കും നല്ല സമ്പാദ്യശീലമുള്ളവരാണ്. കിട്ടുന്നതിൽ മാക്സിമം നിങ്ങൾ മിച്ചം പിടിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ കൂടുതൽ സ്നേഹം ഉണ്ടാവും. അപ്പോൾ ആ സ്നേഹിക്കപ്പെടുന്നവർ കഷ്ടപ്പെടരുത് എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ മിച്ചം പിടിക്കുന്നത്. പക്ഷേ നാളൊരിക്കൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാപത്ത് സംഭവിച്ചാലോ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അംഗവൈകല്യം സംഭവിച്ചാൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്നവർ കഷ്ടപ്പെടേണ്ടി വരുന്നത് നിങ്ങൾ കാണേണ്ടി വരും. എന്നാൽ മാസം തോറും വളരെ തുച്ഛമായ ഒരു തുക മുടക്കിയിട്ട് ഒരു NRI ടൈം ഇൻഷുറൻസ് എടുത്തിടുകയാണെങ്കിൽ ദൗർഭാഗ്യവശാൽ മരണം സംഭവിച്ചാൽ പോലും വളരെ വലിയൊരു തുകയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക. അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം എന്നിങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ അഭാവത്തിലും ഭംഗിയായി നടത്താൻ ആ ഒരു കുടുംബത്തിന് സാധിക്കും. നമ്മൾ പൊതുവേ കരുതുന്നത് നമ്മൾ പെട്ടെന്നൊന്നും മരണപ്പെടില്ല എന്നാണ്. പക്ഷെ മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസും എടുക്കും, നമുക്ക് വെക്കാനായിട്ട് ഹെൽമെറ്റും നമ്മൾ വാങ്ങും. ഇപ്പം തന്നെ അപകടം ഉണ്ടാകുമെന്ന് കരുതിയല്ലല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ നമുക്കൊരു സുരക്ഷയ്ക്ക് കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു NRI തീർച്ചയായിട്ടും എടുത്തിടേണ്ട ഒരു കാര്യമാണ് ഒരു NRI ടൈം ഇൻഷുറൻസ്. നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം കഷ്ടപ്പെടരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു NRI ടൈം ഇൻഷുറൻസ് എടുത്തിടേണ്ടത്. ഒരു NRI ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒപ്പം നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാനുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. 2 തരത്തിലുള്ള NRI ടൈം ഇൻഷുറൻസ് ഇന്ന് ലഭ്യമാണ്. അതിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു NRI ടൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസം തോറും അടയ്ക്കുന്ന പ്രീമിയം അത് വളരെ തുച്ഛമായൊരു പ്രീമിയം ആയിരിക്കും. ആ ഒരു പ്രീമിയത്തിന് പകരം നമുക്ക് കോടികളുടെ കവറേജ് കമ്പനി തരും. ഇവിടെ നമ്മളടയ്ക്കുന്ന പ്രീമിയം പിന്നീട് ഒരിക്കലും കമ്പനി തിരികെ തരുന്നില്ല, പകരം കവറേജാണ് തരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള ടൈം ഇൻഷുറൻസ് ലഭ്യമാണ്. അതായത് നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന ആ ഒരു തുക ഒരു നിശ്ചിത വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരികെ തരും. അതായത് നിങ്ങളിപ്പോൾ ഒരു 65 വയസ്സ് വരെയാണ് ടേം ഇൻഷുറൻസ് എടുത്തേക്കുന്നത് കരുതുക. ഈ 65 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ലായെങ്കിൽ നിങ്ങളടച്ച ആ ഒരു പ്രീമിയം കമ്പനി തിരികെ തരും. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളും അതിൽ നിന്നും ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് പ്രീമിയം ഇത്തിരി കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ എക്സ്ട്രാ പ്രീമിയം നൽകാതെ തന്നെ നമ്മളടക്കുന്ന പ്രീമിയം തിരികെ തരുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളും ഇന്ന് ലഭ്യമാണ്. ഈ ടേം ഇൻഷുറൻസിന് വളരെ വലിയൊരു തുകയൊന്നും വരില്ല. മാസം തോറും ഒരു 820 രൂപയൊക്കെ കൊടുത്തിട്ടുള്ള 2 കോടിയുടെ വരെ കവറേജ് നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ ഒരു ദിവസം ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ചിലവേ ഒരു മാസത്തേക്ക് നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ മരിച്ചാൽ നമ്മുടെ കുടുംബത്തിന് വളരെ വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുമെന്നത് മാത്രമല്ല ഒരു ടേം ഇൻഷുറൻസിൻ്റെ ഗുണം. ഇതല്ലാതെ ഇപ്പം നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നാലും ആ ഒരു സമയത്ത് വളരെ വലിയൊരു തുക കവറേജായിട്ട് നമുക്ക് ലഭിക്കും. അതിനുള്ള സൗകര്യവും ഇപ്പോൾ ടേം ഇൻഷുറൻസിലുണ്ട്. അതിന് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആഡ് ഓൺ എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്, അതൊന്ന് ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ ഇതുകൂടി ചെയ്താലാണ് നമുക്ക് ഇത്തരത്തിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത്തരത്തിൽ കവറേജ് ലഭിക്കുക. ഇത് ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല. ഇതുപോലെ തന്നെ നമ്മൾ NRI ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ആഡ് ഓൺ ആണ് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു 1 കോടിയുടെ ഒരു ടൈം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നത് 1 കോടിയായിരിക്കും നഷ്ടപരിഹാരമായിട്ട്. എന്നാൽ നമ്മൾ ഈ ഒരു പോളിസിയോടൊപ്പം 50 ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ കൂടി എടുത്തിട്ടുണ്ട് എങ്കിൽ കുടുംബത്തിന് നമ്മൾ ആക്സിഡൻറ്റിലാണ് മരിക്കുന്നതെങ്കിൽ കിട്ടുന്നത് 1 കോടിയും 50 ലക്ഷവുമായിരിക്കും. ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാഫിക് ആക്സിഡൻറ്റ് മാത്രമല്ല, ഇപ്പോൾ തീപിടുത്തമാവാം, എയർപ്ലെയിൻ ക്രാഷ് ആവാം, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായിട്ട് പിന്നീട് ആ ഒരു അപകടത്തെ തുടർന്ന് മരണപ്പെടുകയാണെങ്കിൽ അതും ആക്സിഡൻ്റൽ ഡെത്തായിട്ടാണ് പരിഗണിക്കുക. പ്രവാസികളിൽ ധാരാളം ആളുകൾ NRI ടൈം ഇൻഷുറൻസ് എടുക്കാറുണ്ടെങ്കിലും അതൊക്കെ കൂടുതലും എടുത്തിട്ടുള്ളത് അങ്ങ് പ്രവാസ നാട്ടിൽ നിന്നാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഒരു പ്രവാസ നാട്ടിൽ ഒരു NRI ടൈം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ചീപ്പർ പ്രീമിയമാണ് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ പേയ്മെൻറ്റ് നൽകുന്ന സമയത്ത് നിങ്ങൾ NRI അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 18% GST ഒഴിവാക്കി കിട്ടും. പിന്നെ നിങ്ങൾ പേ ചെയ്യുന്നത് ആനുവൽ മോഡിൽ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% വരെ ഡിസ്കൗണ്ട് വേറെയും ലഭിക്കും. അതായത് മൊത്തത്തിൽ ഒരു 23% വരെ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കുറഞ്ഞൊരു പ്രീമിയത്തിന് നമുക്ക് വളരെ വലിയ കോടികളുടെ കവറേജ് കിട്ടുന്ന NRI ടൈം ഇൻഷുറൻസ് ഉള്ളപ്പോൾ നിങ്ങൾ മാസം തോറും വളരെ വലിയൊരു തുകയൊക്കെ മുടക്കി ലൈഫ് ഇൻഷുറൻസ് ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലൊരു NRI ടൈം ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത്. പിന്നെ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ 85 വയസ്സ് വരെയാണ് NRI ടൈം ഇൻഷുറൻസുകൾ കിട്ടാറുള്ളത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ 99 വയസ്സ് വരെയൊക്കെ നമുക്ക് NRI ടൈം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും NRI ടൈം ഇൻഷുറൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചത് നല്ല ഫീച്ചറൊക്കെ നോക്കിയിട്ട് എടുക്കാൻ സാധിക്കും. 24/7 എന്ന രീതിയിൽ ക്ലെയിം അസിസ്റ്റൻസും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.